നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെൻറ്റ് എന്ന ഇഗ്നോയുടെ ബുക്കിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് അസസ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഇത് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പാഠപുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവുക എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം പല ആളുകൾക്കും നമ്മുടെ ഈ പുസ്തകം വായിച്ചിട്ട് മനസ്സിലാകാതെ പോകുന്നുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതിന് കാരണമായിട്ട് വരുന്നത് ഇതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അത്ര വേഗം മനസ്സിലാകണമെന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ, ഒരു ക്ലാസ് എടുക്കുന്നത്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഗ്നോയിൽ പഠിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്, നമുക്ക് ഈ തിയറിയോ കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. എക്സാമിനൊക്കെ മാർക്ക് മേടിച്ചേക്കാം, പക്ഷേ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അറിയുന്നില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ജോലി സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആളുകളും നമ്മളോട് അങ്ങനെ പറയും. അപ്പം നമുക്ക് ഏതായാലും നമ്മൾ പഠിക്കുമ്പോൾ ഈ തിയറിയും കാര്യങ്ങളും കൺസെപ്റ്റും ഒക്കെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് തുടർന്ന് നമുക്ക് ജോലിയും മറ്റു കാര്യങ്ങൾക്കും ഉപകാരപ്പെടും. അങ്ങനെയും കൂടി ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കഴിയുന്ന വിധത്തിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് എന്താണ് എന്നാണ് നോക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പേഴ്സണാലിറ്റി അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ the estimation of one's personality makeup, that is the person's characteristics, behavior pattern and silent and stable characteristics. അതായത് പേഴ്സണാലിറ്റി അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേഷൻ ഓഫ് വൺസ് പേഴ്സണാലിറ്റി മേക്കപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പേഴ്സണാലിറ്റി മേക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആവാം, ബിഹേവിയർ പാറ്റേൺ ആവാം, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേബിൾ ആൻഡ് ആയിട്ട് നിൽക്കുന്ന ചില ക്യാരക്ടറുകളും ആകാം. അപ്പം ഇതിനെയൊക്കെ അസസ് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണാലിറ്റി അസസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പേഴ്സണാലിറ്റി അസസ്മെൻ്റ് നമുക്ക് രണ്ട് രീതിയിലാണ് പൊതുവെ ചെയ്യുന്നത്. അതിലൊന്നാമത്തെ രീതി, നമ്മൾ ഏതെങ്കിലും ഒരു തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് പേഴ്സണാലിറ്റി അസസ്മെൻ്റ് നടത്തുക എന്നുള്ളതാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൈക്കോ അനാലിസിസ് എന്ന തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരാളുടെ പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു തിയറി അനുസരിച്ചാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കുന്നത് ആ തിയറി പറയുന്നതനുസരിച്ച് നമ്മുടെ ചൈൽഡ്ഹുഡിലുണ്ടാവുന്ന പ്രോബ്ലമാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നവർ കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നത് ചൈൽഡ്ഹുഡ് മെമ്മറീസിലും അത് സോൾവ് ചെയ്യാനൊക്കെ ആയിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാം. ഇനി അതല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിലൂടെ നമുക്ക് പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അവരപ്പം പ്രോബ്ലത്തെയും നമ്മുടെ പേഴ്സണാലിറ്റി വിഷയങ്ങളെയും കാണുന്നത് ബിഹേവിയർ റെസ്പോൺസ് എന്ന നിലയിലാണ്. അപ്പോൾ അവരുടെ ഇൻ്റർവെൻഷൻ നടക്കുന്നത് ബിഹേവിയറൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനും ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിലും ഒബ്സർവേഷൻ ലേണിങ്ങിലൂടെയും ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന പല പ്രിൻസിപ്പിൾസും ഉപയോഗിക്കുന്നുണ്ട്. ഇനി മറ്റൊരു രീതിയാണ് എക്ലക്റ്റിക് വ്യൂ എന്ന് പറയുന്നത്. എക്ലക്റ്റിക് വ്യൂ എന്ന് പറയുന്നത് അവിടെ സിറ്റുവേഷനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പം അതായത് ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ, അയാളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാനായിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി തിയറീസ് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ സൈക്കോ അനാലിസിസ് ഉണ്ട്, സൈക്കോ ഡൈനാമിക് തിയറീസ് ഉണ്ട്, ബിഹേവിയറിസ്റ്റ് തിയറീസ് ഉണ്ട്. ഇനി യുങ്ങിൻ്റെ ആണെങ്കിൽ അനലിറ്റിക്കൽ സൈക്കോളജി ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസ് ഉണ്ട്. ഓരോ തിയറിയും പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേയിലാണ്. ഓരോ തിയറിക്കും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷനുണ്ട്, അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ എക്ലക്റ്റിക് വ്യൂ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലിമിറ്റേഷൻസ് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ തിയറികളെ അഡ്വാൻറ്റേജസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ വളരെ സമഗ്രമായിട്ടും അയാളുടെ പേഴ്സണാലിറ്റി പ്രോബ്ലംസിന് അനുസരിച്ചും മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന രീതിയാണ് എക്ലക്റ്റിക് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില കൗൺസിലിംഗ് സെൻറ്റേഴ്സിൽ അവരുപയോഗിക്കുന്നത് ഒരു വ്യക്തിയുടെ പ്രശ്നം മനസ്സിലാക്കുന്നതിനായിട്ട്
ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രശ്നത്തിൻ്റെ ഇൻ്റർവെൻഷൻ നടത്തുന്നത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിനെ, തെറാപ്പിയൊക്കെ നടത്തുന്നത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതായത് ഒരു ക്ലയൻറ്റ് സെൻറ്റേർഡ് രീതിയിലായിരിക്കും അവിടെ ഒരു കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു എക്ലക്റ്റിക് വ്യൂവിന് ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റിനെ അതിൻ്റെ പർപ്പസിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് 3ആയിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് നടത്തുന്നത് ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. അപ്പോൾ അതിന് പറ്റുന്ന ടൂൾസുകൾ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഓരോരോ ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമുക്ക് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് നടത്താനായിട്ട് പറ്റുന്നുണ്ട്. രണ്ടാമത്തെ രീതിയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പേഴ്സൺ. അതായത് നമ്മൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ പേഴ്സണാലിറ്റി ടൂൾസ് അല്ലെങ്കിൽ ഇൻവെൻ്ററീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി കുറച്ചും കൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ MMPI ഉണ്ട്, 16PF ഉണ്ട്, 5 ഫാക്ടർ മോഡൽ ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻവെൻ്ററീസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരാളുടെ പേഴ്സണാലിറ്റിയെ കാറ്റഗറൈസ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി അടുത്ത രീതി എന്ന് പറയുന്നത് നമ്മുടെ ഡയഗ്നോസിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബെക്കിൻ്റെ ഡിപ്രഷൻ ഇൻവെൻ്ററി ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ കാറ്റലിൻ്റെ ഒരു ഇൻവെൻ്ററി അല്ലെങ്കിൽ സ്കെയിൽ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ക്ലിനിക്കൽ അനാലിസിസ് ക്വസ്റ്റിനെയർ എന്ന്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഡയഗ്നോസിസ് നടത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഈ ഡയഗ്നോസിസിന് വേണ്ടി. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഇൻവെൻ്ററീസ് നമുക്ക് അസസ്മെൻറ്റിന് വേണ്ടി, പേഴ്സണാലിറ്റി അസസ്മെൻറ്റിന് വേണ്ടി ലഭ്യമാണ്. ഈ ഇൻവെൻ്ററീസിനെ നമുക്ക് പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും 3ആയിട്ടാണ് ഉള്ളത്: സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പ്രൊജക്റ്റീവ്. ഇവിടെ സബ്ജക്റ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ സബ്ജക്റ്റീവായിട്ടുള്ള ഇൻവെൻ്ററീസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അയാളുടെ തന്നെ ഒരു വർക്കിലൂടെ നമ്മൾ അയാളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്ജക്റ്റീവായിട്ടുള്ള ഇൻവെൻ്ററീസ് അല്ലെങ്കിൽ ടെസ്റ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അയാളുടെ ഓട്ടോബയോഗ്രഫി ആവാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പേഴ്സണാലിറ്റിയെ പറ്റി പഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ സബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവായിട്ട് നമുക്കൊരാളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെൻ്ററീസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള MMPI, അത് അല്ലെങ്കിൽ 16PF, അല്ലെങ്കിൽ ബിഗ് 5 ഫാക്ടേഴ്സിൻ്റെ ഇതുണ്ട്, മെത്തേഡ് അല്ലെങ്കിൽ ഇൻവെൻ്ററീസ് ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഒബ്ജക്റ്റീവായിട്ട് ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് പ്രൊജക്റ്റീവ് എന്ന് പറയുന്നത്, പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള നമ്മുടെ ഡിസൈർസ്, മോട്ടിവേഷൻസ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ടെക്നിക്കിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒബ്ജക്റ്റീവ് ടെക്നിക്കിനകത്ത് ചില കൃത്രിമങ്ങൾ നടത്താനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പം ഞാൻ ആ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ടെസ്റ്റ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ പേഴ്സണാലിറ്റിയെ അയാൾ മനസ്സിലാക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് തെറ്റായിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റിയെ പറ്റിയുള്ള അസസ്മെൻറ്റ് റിസൾട്ട് വരുന്നത് തെറ്റായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ടും ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ ഇന്നറായിട്ടുള്ള അണ്ടർലൈൻ ഫാക്ടേഴ്സ് മനസ്സിലാക്കുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക്. ഈ പ്രൊജക്റ്റീവ് ടെക്നിക്കിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ഇപ്പോൾ നിലവിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ്. അത് നമുക്ക് ഈ പ്രൊജക്റ്റീവ് ടെക്നിക്കിലൂടെ പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ അടുത്ത പോയിന്റിലേക്ക് പോകാം. നീഡ് ആൻഡ് എയിംസ് ഓഫ് അസസ്മെൻറ്റ്. നീഡ് ആൻഡ് എയിംസ് ഓഫ് അസസ്മെൻറ്റിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. 1-2 പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ഈ അസസ്മെൻറ്റ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു നീഡായിട്ട് പറയുന്ന അല്ലെങ്കിൽ ഒരു എയിമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ടു ഐഡൻറ്റിഫൈ ദി നേച്ചർ ആൻഡ് എക്സ്റ്റെൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അതായത് ഓരോ വ്യക്തികൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു സൈക്കോളജിക്കൽ ട്രേറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ആ ഗ്രൂപ്പുകൾ തമ്മിൽ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഈ കാര്യത്തിൽ എന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി. പിന്നെ മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദി വേരിയസ് കോൺസ്റ്റുവൻ്റ് ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റുവൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ അസസ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ പേഴ്സണാലിറ്റി കോൺസ്റ്റുവൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്, ഇപ്പോൾ ട്രേറ്റ് തിയറി അനുസരിച്ചാണെങ്കിൽ ട്രേറ്റുകൾ കൂടി ചേർന്നുകൊണ്ടാണ് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. പേഴ്സണാലിറ്റിയെ നമുക്കൊരു വലിയൊരു വീടായിട്ടാണ് സങ്കല്പിക്കുന്നതെങ്കിൽ അതിനകത്തെ ഒരു ബിൽഡ് ബ്ലോക്സ്, ഓരോ ബ്ലോക്കുകളാണ് അല്ലെങ്കിൽ ഒരു ബ്രിക്സ് ആണ് നമ്മുടെ ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ട്രേറ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് പേഴ്സണാലിറ്റിയുടെ. അതുപോലെ തന്നെ ഈ ട്രേറ്റ് തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പം ഐസങ്ങിൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ നമ്മുടെ ഹാബിറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ട്രേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹാബിറ്റുകൾ തന്നെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ബിഹേവിയർ വെച്ചിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റിയുടെ സബ് പാർട്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ ട്രേറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഈ ട്രേറ്റിനെ തന്നെ നമുക്ക് പല ട്രേറ്റുകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് പല ഫാക്ടേഴ്സ് ഉണ്ടെന്നല്ല പറയുന്നത്. ഈ കോമൺലി നമുക്ക് ഈ ട്രേറ്റുകളുടെ സ്വഭാവം അനുസരിച്ച് 4ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി അസസ്മെൻറ്റിനകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള 4 സ്വഭാവത്തിലുള്ള ട്രേറ്റുകളാണ് അസസ് ചെയ്യുന്നത്. അതായത് 1 സോഷ്യൽ ട്രേറ്റ്, 2 മോട്ടിവേഷണൽ ട്രേറ്റ്, 3 പേഴ്സണൽ കൺസെപ്ഷൻ, 4 അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ മറ്റു ചാപ്റ്ററിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. അപ്പം ട്രേറ്റ് ആണ് ഒരു പേഴ്സണാലിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റുകൾ നിങ്ങൾ എക്സാമിനും വേണമെങ്കിൽ എഴുതി വെക്കാവുന്ന കാര്യമാണ്. ഇനി അടുത്ത പോയിൻ്റാണ് മെത്തേഡ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റിനകത്ത് 4 തരത്തിലുള്ള മെത്തേഡുകളാണ് പറയുന്നത്. 1 ഇൻ്റർവ്യൂ മെത്തേഡ്, 2 പ്രൊജക്റ്റീവ് ടെക്നിക്സ്, 3 അസോസിയേഷൻ ടെക്നിക്സ്, 4 എക്സ്പ്രസീവ് ടെക്നിക്സ്. നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഇൻ്റർവ്യൂ മെത്തേഡ് ഉപയോഗിച്ച് പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിനകത്ത് ഈ ഇൻ്റർവ്യൂവി എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഫഷണൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളതാണ്. ഈ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്ന രീതിയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ 2 രീതി നമുക്ക് നടത്താനായിട്ട് സാധിക്കും. 1 സ്ട്രക്ചേർഡായിട്ട് നടത്താൻ പറ്റും, 2 അൺസ്ട്രക്ചേർഡായിട്ട് നടത്താനായിട്ട് പറ്റും. സ്ട്രക്ചേർഡായിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിരിക്കും. ഏതൊക്കെ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ചോദിക്കണമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. രണ്ടാമത് അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ക്ലയൻറ്റിൻ്റെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും നമ്മൾ അവിടെ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ വളരെ കുറേ കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും ഈ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ മെത്തേഡാണ്. ഇത് കൂടാതെ ഈ 2 കൂടാതെ നമുക്ക് മൂന്നാമതൊരു തരത്തിലുള്ള ഇൻ്റർവ്യൂ മെത്തേഡുണ്ട്. അതിന് പറയുന്ന പേരാണ് സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും. പക്ഷേ എന്നാൽ നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുമുള്ള മെത്തേഡുകളുണ്ട്. അത് കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ് നമ്മുടെ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിനനുസരിച്ച് അപേക്ഷിച്ച്. ഈ സെമി സ്ട്രക്ചേർഡ് കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ്. എന്നാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ സിറ്റുവേഷൻ അനുസരിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂ ഈ ക്ലിനിക്കൽ സെറ്റിങ്ങിൽ ഒരുപാടുള്ള പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊക്കെ ക്ലിനിക്കൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പല ക്ലയൻറ്റുകളും നമ്മുടെ അടുത്ത് വരാം. അപ്പം നമ്മൾ ആദ്യമേ തന്നെ അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ പ്രോബ്ലം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് ഈ ഇൻ്റർവ്യൂയിലൂടെയാണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ലിസ്റ്റുണ്ട്. ഇതിനെയാണ് നമ്മൾ കേസ് ഹിസ്റ്ററി ടേക്കിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ അയാളുടെ ആ വ്യക്തിയുടെ ആ ക്ലയൻറ്റിൻ്റെ നമ്മുടെ പ്രസൻറ്റ് ഇൽനെസ് ചോദിക്കാം, ഹിസ്റ്ററി ഓഫ് പ്രോബ്ലം ചോദിക്കാം, ഫാമിലി ഹിസ്റ്ററി ചോദിക്കാം, ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി നോക്കാം, എഡ്യൂക്കേഷൻ ഹിസ്റ്ററി ചോദിക്കാം, ഇനി അതല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസോ അതിൻ്റെ ഹിസ്റ്ററി നോക്കാം. അങ്ങനെയുള്ള കുറേയധികം ഹിസ്റ്ററികൾ നോക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ MSc മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ നോക്കും. അപ്പം ഏതൊക്കെ അതിനകത്ത് വരേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് തന്നെ നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഈ ലിസ്റ്റ് നമ്മൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലായിരിക്കത്തില്ല ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടതെന്നുള്ളത്. അതൊക്കെ തന്നെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. കാരണം ക്ലയൻറ്റ് നമ്മളും തമ്മിലൊരു ബന്ധം ഉണ്ടാവണം. ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ക്ലയൻറ്റ് നമ്മളോട് സംസാരിക്കുന്നത്. അതൊരു ഇൻ്റർവ്യൂവറും ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരാളും തമ്മിലുള്ള ഒരു ബന്ധമല്ല, മറിച്ചൊരു തെറാപ്യൂട്ടിക് ബന്ധമാണുള്ളത്. അപ്പം ആ ബന്ധത്തിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മളിത് ചോദിക്കുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ഒരു ലിമിറ്റേഷനാണ് പറയുന്നത്. കാരണം ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് മുന്നിൽ വന്നിരിക്കുന്ന ക്ലയൻറ്റ് നമ്മളോട് സത്യം പറയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം അദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് വന്നാൽ ഇത് ഭാവിയിൽ എനിക്ക് പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറയേണ്ടതില്ല. അല്ലെങ്കിൽ അയാൾ പ്രോബ്ലത്തിന് കാരണമായിട്ട് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള മറ്റ് കാരണങ്ങളായിരിക്കും അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ക്ലയൻറ്റ് സത്യം പറയേണ്ടതില്ല. ഈ ഒരു ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ഏറ്റവും വലിയ ഒരു ലിമിറ്റേഷനാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മളിത് വളരെയധികം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഇപ്പം ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണ് നമ്മുടെ മുന്നിൽ വരുന്നതെങ്കിൽ അയാൾ ഭയങ്കര മാനിപ്പുലേറ്റീവും കണ്ണിങ് ഒക്കെ ആയിരിക്കും. ചിലപ്പം നമ്മൾ വിചാരിക്കുക നമ്മുടെ കൂടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന ആൾക്കായിരിക്കും ചിലപ്പോൾ ഡിസോർഡർ എന്ന് വരെ ചിലപ്പോൾ അയാൾ മാനിപ്പുലേറ്റ് ചെയ്ത് കളയും. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ വരും. അപ്പം ഈ ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ഒരു ലിമിറ്റേഷൻ ഇവിടെയാണ് അത് നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ക്ലയൻറ്റ് ഉണ്ടാക്കുന്ന ഒരു ലിമിറ്റേഷനാണ്. രണ്ടാമത് നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. എത്രയൊക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിലും പല സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന ഒരു ഫിനോമിനയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഹാലോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ട്രെയ്റ്റിൻ്റെ, ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ പേഴ്സണാലിറ്റിയെ, ഒരാളെ മൊത്തത്തിൽ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇപ്പം ഒരാൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ ഡ്രസ്സിങ്ങിലൂടെ നമ്മൾ വിചാരിക്കും ഇയാൾക്ക് നല്ല ഒരു ക്യാരക്ടർ ഉണ്ടാവും, ഇയാൾ വലിയ വെൽത്തി ആയിരിക്കും, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ നമുക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. ഇത് നമ്മുടെ മൊത്തത്തിലുള്ള അസസ്മെൻറ്റിനെയും കാര്യങ്ങളെയും നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ മെത്തേഡിനകത്ത് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ക്ലയൻറ്റ് നമ്മളോട് സത്യങ്ങൾ പറയണമെന്നില്ല, പല കാര്യങ്ങളും മറച്ചു വെച്ചായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്, ചില മിസ്ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യാം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹാലോ എഫക്റ്റാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകാം. രണ്ടാമത്തെ മെത്തേഡാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. പ്രൊജക്റ്റീവ് ടെക്നിക്സിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടിവേഷൻ, ഹിഡൻ ഡിസയേഴ്സ്, ഇന്നർ ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊജക്റ്റീവ് ടെക്നിക്കിലൂടെ പുറത്തേക്ക് കൊണ്ടുവരും. ഈ ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത് ഒരു ബേസിക് അസംഷനെ വെച്ചിട്ടാണ്. അതായത് നമ്മളൊരു അംബിഗ്യൂറ്റി ആയിട്ടുള്ള സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ
ഒരു പുതിയൊരു സിറ്റുവേഷനോട് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് അസംഷൻ. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇങ്ങനെയും പറയാം, അതായത് ഒരു ആംബിഗ്വിറ്റി ആയിട്ടുള്ള സ്റ്റിമുലസ് കാണുമ്പോൾ ഉള്ള ഒരാളുടെ റെസ്പോൺസിനെ അനുസരിച്ച് അയാളുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടും അല്ലെങ്കിൽ അൺകോൺഷ്യസിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിനെ നമുക്ക് ആ ഒരു ആംബിഗ്വിറ്റി സ്റ്റിമുലസ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ പ്രൊജക്റ്റീവ് ടെക്നിക്കിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രൊജക്റ്റീവ് ടെക്നിക്കിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 15-ാം നൂറ്റാണ്ടിൽ ലിയനാർഡോ ഡാവിഞ്ചിയാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഇങ്ങനെ ഷേപ്പുകളും പാറ്റേണുകളും ആംബിഗ്വിറ്റി ആയിട്ടുള്ള സ്റ്റിമുലസൊക്കെ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അത് 1879 ആയപ്പോൾ ഒരു ടെസ്റ്റായിട്ട് രൂപപ്പെട്ടു. ഗാലനാണത് വേൾഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് രൂപീകരിച്ചത്. പിന്നീട് റോഷാർക്ക് 1921 റോഷാർക്ക് ഇങ്ക് ബ്ലോക്ക് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രാങ്ക് എന്ന് പറയുന്ന ആൾ പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് വളരെ ഷോർട്ടായിട്ടൊരു ഹിസ്റ്ററിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രൊജക്റ്റീവ് ടെക്നിക്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. ഫ്രാങ്കിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഫ്രാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഒരു 5 തരത്തിലുള്ള പ്രൊജക്റ്റീവ് ടെക്നിക്കുകളുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 5 തരത്തിൽ നമുക്ക് പ്രൊജക്റ്റീവ് ടെക്നിക്കുകളെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമതായിട്ട് കൺസ്ട്രക്റ്റീവ്, രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂട്ടീവ്, 3 കഥാർട്ടിക്, 4 ഇൻ്റർപ്രിറ്റേറ്റീവ്, 5 റിഫ്രാക്റ്റീവ്. അപ്പം ഇത് ഒരുപാട് ലിമിറ്റേഷനുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. കാരണം പല ടെസ്റ്റുകളും ഇത് ഒന്നിലധികം കാറ്റഗറിയിലേക്ക് ഓവർലാപ്പായിട്ട് വരുന്നുണ്ട്. ഇത് അത്ര വൈഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷനും അല്ല. അപ്പം നമുക്ക് ഓരോ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇത് കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ദ സബ്ജക്റ്റ് നീഡ്സ് ടു ഫ്രെയിം എ സ്ട്രക്ചർ അപ്പോൺ ദി സിറ്റുവേഷൻ പ്രസൻറ്റഡ് ബൈ ദി എക്സാമിനി. അപ്പോൾ അതായത് ഒരു ഡ്രോ എ ഹ്യൂമൻ ഫിഗർ എന്നൊക്കെ ഉള്ളത് ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. ഈ കൺസ്ട്രക്റ്റീവിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ എക്സാമിനി അദ്ദേഹം എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലൂടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്ന രീതിയാണ് കൺസ്ട്രക്റ്റീവ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പിക്ചർ ഡ്രോ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുക, അതൊക്കെ അതിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ കൺസ്റ്റിറ്റ്യൂട്ടീവ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ്. ഇതിനകത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾ ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ ഒരു സ്ട്രക്ചറാക്കി മാറ്റുന്നതെന്നുള്ളത്. അപ്പം ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ റോഷാർക്കിൻ്റെ ഇങ്ക് ബ്ലോക്ക് ടെസ്റ്റാണ്. ഇപ്പോൾ റോഷാർക്കിൻ്റെ ഇങ്ക് ബ്ലോക്ക് ടെസ്റ്റിനകത്ത് നമ്മൾ കൊടുക്കുന്നത് വളരെ ആംബിഗ്യൂസ് ആയിട്ടുള്ള ഒരു 10 കാർഡ്സാണ്. ഈ ഒരു ഒന്നാമത്തെ കാർഡ്സ് നോക്കിയിട്ട് അദ്ദേഹം അതിൽ നിന്ന് എന്താണ് കാണുന്നത് എന്ന് പറയണം. ഇപ്പോൾ ഒരു ആംബിഗ്യൂറ്റ് ആയിട്ടുള്ള ഒരു പിക്ചറിൽ നിന്ന് ആ ഒരു എക്സാമിനി എന്തെങ്കിലും ഒരു സാധനം, ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെറ്റീരിയലിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സാധനം ക്രിയേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അതൊരു മൃഗമായിരിക്കാം, ചിലപ്പോൾ അതൊരു പക്ഷിയായിരിക്കാം, ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും ആവാം. അപ്പോൾ ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്തെന്ന് മനസ്സിലാക്കുന്ന രീതിയാണ് കൺസ്റ്റിറ്റ്യൂട്ടീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്താണ് കഥാർട്ടിക് എന്ന മെത്തേഡ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനാണ്. അതിലൂടെ എന്ത് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ വിഷസ്, ഇന്നർ ഡിമാൻഡ്സ്, കോൺഫ്ലിക്റ്റൊക്കെ റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഡോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അത് വെച്ച് ആക്ട് ചെയ്യാനായിട്ട് പറയുന്ന ഒരു ടെക്നിക്ക്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കഥാർട്ടിക് എന്ന് പറയാം. ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കുകളൊന്നുമല്ല. അടുത്തതിലേക്ക് പോകാം. ഇൻ്റർപ്രിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ കൊടുക്കും. ആ സിറ്റുവേഷനിലേക്ക് എന്തെങ്കിലും പുതിയ ഒരു കാര്യം എക്സാമിന് ആഡ് ചെയ്യണം.
ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തേമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്. അപ്പം അതായത് ഒരു പിക്ചേഴ്സ് കാണിക്കും. ഈ പിക്ചേഴ്സ് കാണിച്ചിട്ട് അതിൽ നിന്ന് ഒരു സ്റ്റോറി ഉണ്ടാക്കുക എന്നുള്ള ഒരു സംതിങ് ആയിട്ടുള്ള സാധനം ആഡ് ചെയ്യുക ഇവിടെ. അല്ലെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. അപ്പോൾ ഒരു സെൻറ്റൻസ് കൊടുക്കുന്നു, ആ സെൻറ്റൻസിനെ പൂരിപ്പിക്കുക എന്നുള്ളതാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഒരു സാധനത്തെ ഒരു സിറ്റുവേഷനെ അതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്തുകൊണ്ട് അതിനൊരു മീനിങ് കൊടുക്കുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം തിയേറ്ററിക്കകത്ത് ചെയ്യുന്ന പോലെ ഒരു വേഗമായിട്ടുള്ള ഒരു പിക്ചർ കാണിച്ചിട്ട് ആ പിക്ചറിന് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്നൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിനൊരു മീനിങ് കൊടുക്കുകയാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്താണ് റീഫ്രാക്റ്റീവ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഈ റീഫ്രാക്റ്റീവ് ടെക്നിക്കിനകത്ത് എക്സാമിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി വേറെ എന്തെങ്കിലേക്കും ഒന്ന് ഡിപ്പിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഡ്രോയിങ് ആവാം, പെയിൻറ്റിങ് ആവാം, അങ്ങനെ എന്ത് വേണേലും ആകാം. അടുത്താണ് അസോസിയേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അസോസിയേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് കൊടുക്കുന്നു, ആ സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു പിക്ചറോ കൊടുത്തതിന് ശേഷം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പറയാനായിട്ട് പറയും. ഇപ്പം വേർഡ് അസോസിയേഷൻ ടെസ്റ്റിനകത്താണെങ്കിൽ നമ്മളൊരു എന്താണ് ഒരു ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഒരു വേർഡായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, ഒരു വാക്കായിരിക്കും കൊടുക്കുന്നത്. അതിൻ്റെ ബാക്കി അയാൾ ഫില്ല് ചെയ്യണം, നമ്മുടെ എക്സാമിന് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനെയാണ് നമ്മൾ അസോസിയേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ തന്നെ കണ്ടു, ഇപ്പം അസോസിയേഷൻ ടെക്നിക്കകത്ത് വരുന്ന ദ വേർഡ് അസോസിയേഷൻ ടെക്നിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർപ്രിറ്റേറ്റീവിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ ഡിവിഷൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് പല ടെസ്റ്റുകളും ഒന്നോ ഒന്നിലധികമോ കാറ്റഗറിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ ആ നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്തതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇനി വരുന്ന പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാം, കാരണം ഒരുപാട് ലെങ്തായി പോയിട്ടുണ്ട്. അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.